നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മമ്മി വേണമെങ്കിൽ എന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നു. ഇതിലും ഭേദം അതാ. ഞാൻ അനുഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ കൂടുതലും അപ്പോഴത്തെ അവസ്ഥ എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. വലിയ തെറ്റാ ഞാൻ ചെയ്തത്. കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊന്നോ. ഞാൻ ബോധപൂർവ്വം അവാർഡ് വേണ്ടാന്ന് വെക്കുമെന്ന് മമ്മി വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ബദ്ധശത്രുവായ ആ ശ്യാമയ്ക്ക് ഞാനും കൂടി അത് കൊടുക്കുമെന്ന് മമ്മി കരുതുന്നുണ്ടോ? എന്നെ മമ്മിക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എനിക്കിനി ജീവിച്ചിരിക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്. ഇത്രയും ദ്രോഹം ചെയ്ത മമ്മിക്ക് നാണക്കേടുണ്ടാക്കിയ എന്നെ അങ്ങ് കൊന്നേക്കാൻ. മമ്മിയുടെ കൈകൊണ്ട് തന്നെ കൊന്നേക്കാൻ. മമ്മി എന്നെ കൊല്ല്. ഇങ്ങനെ മമ്മിയെ വിഷമിപ്പിച്ച് ജീവിക്കുന്നതിനേക്കാൾ അതാ നല്ലത്. മരിക്കുന്നതാ. മോളെ, അത് കേട്ടപ്പോ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു പോയതാ. പോട്ടെ, കരയല്ലേ മോളെ, പോട്ടെ, കരയാതെ. ആ അവാർഡ് വാങ്ങി ജയിതാവിനെ പോലെ നിൽക്കുന്ന ശ്യാമയെ കണ്ട് മനസ്സ് തകർന്ന ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പൊ മമ്മി കൂടി ഇങ്ങനെ. ഞാൻ വിഷമം സഹിക്കാതെ പറഞ്ഞു പോയതാ. മോള് കരയാതെ. നിന്നെ എനിക്ക് മനസ്സിലാവും. കരയല്ലേ മോളെ. എന്നാലും മമ്മി എന്നെ സംശയിച്ചല്ലോ. കരയാതെ മോളെ. മോള് ഫംഗ്ഷൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഞാൻ ചെന്നൈയിലായി പോയി. സാരമില്ല, നമുക്ക് നോക്കാം. ഇതെല്ലാം അഖിലിന്റെയും ശ്യാമയുടെയും പ്ലാനിംഗ് ആയിരുന്നു. ഇതിനിടയില് അവരെന്തോ തിരിമറി നടത്തി. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ പറഞ്ഞില്ലേ അപ്പൊ നീ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എന്ന്. അക്കാര്യത്തില് എനിക്ക് ബലമായ ഒരു സംശയമുണ്ട്. ശ്യാമ വലിയ ഭക്തയാ. ഏത് സമയവും പൂജയും പ്രാർത്ഥനയാ. വാസുദേവനും ആ കുടുംബവും മൊത്തത്തിൽ അങ്ങനെ തന്നെയാ. ഇനി എന്റെ മോൾക്കെതിരെ അവര് വല്ല ആഭിചാരവോ ഹോമോ മറ്റോ നടത്തിയിട്ടുണ്ടെന്നാ എന്റെ ഒരു പേടി. ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് മോൾക്കൊരു മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവണമെങ്കിൽ അതങ്ങനെ വരാനേ തരവുള്ളൂ. എനിക്ക് മറ്റൊരു പേടിയുണ്ട് മമ്മി. ആ തിരുവാഭരണം എടുക്കാൻ കൂട്ടു നിന്നെന്റെ തിരിച്ചടിയാ ഇതെന്നാ എനിക്ക് തോന്നുന്നത്. അതെ, അതാവാനേ തരവുള്ളൂ. അപ്പൊ തന്നെ ഐശ്വര്യേച്ചിയുടെ 1 ലക്ഷം രൂപയുടെ നെക്ലസ് നഷ്ടപ്പെട്ടു. എനിക്കിപ്പോ ഇങ്ങനൊരു തിരിച്ചടി. ഇതെനിക്ക് കൃഷ്ണൻ തരുന്ന തിരിച്ചടിയാ, സംശയമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.